എഞ്ചിനീയറിംഗ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് സബ്ജക്ട് ടഫാണോ? ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം. എഞ്ചിനീയറിംഗ് മാത്സ് CS കാര്യം പറയാം. 4 സെമ്മിലാണ് നമുക്ക് മാത്സ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന ലിമിറ്റ്സിനെ കുറിച്ചാണ്. +2 ലിമിറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ. സെക്കൻഡ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന മെട്രിക്സ് ആണ്. മെട്രിക്സിനെ കുറിച്ച് ലോ, ഓപ്പറേഷൻസ്, കാര്യങ്ങൾ. തേർഡ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന പ്രോബബിലിറ്റി ആണ്. ആൻഡ് ഫോർത്ത് സെം ഗ്രാഫ് തിയറി. ഈ ഗ്രാഫ് തിയറി ഭയങ്കര സിമ്പിൾ ആണ്, കുറച്ച് തിയറിയാണ്, കാണാതെ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. കാണാതെ പഠിക്കാനല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതിയാവും. ഇനി തേർഡ് സെമ്മിൽ പഠിക്കുന്ന പ്രോബബിലിറ്റി, ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ് തേർഡിന്റെ കണ്ടിന്യൂഷൻ ആണ് ഫോർത്ത്. ഇനി ഇത് പാടാണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പഠിച്ചാൽ പാസ്സാവാൻ പറ്റുന്ന വിഷയമാണ്. എന്നാലും മാത്സിന് ഫെയിൽ ആവുന്ന കുട്ടികളും ഉണ്ട്. RVS അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ട്യൂഷനുണ്ട്. അതാണ് ഞാൻ ഈ 4 സെമ്മിലും അത് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്. സോ അതിൽ ടീച്ചർ പഠിപ്പിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസും എക്സാം പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. പല ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി മാത്സ് പാസ്സാവാൻ പറ്റും. അത്ര കട്ടിയുള്ള മാത്സ് ഒന്നും അല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത്. ആവറേജ് സ്റ്റുഡന്റിന് പോലും പഠിക്കാൻ പറ്റുന്ന ടൈപ്പ് മാത്സ് ആണ്. പിന്നെ പാടായിട്ട് ചോദിക്കുന്ന കണ്ടീഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. ആൻഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇത് വെറും ഓരോ സെമ്മിലും മാത്രമേ ഉള്ളൂ. ഫിസിക്സ് ഫസ്റ്റ് സെം, കെമിസ്ട്രി സെക്കൻഡ് സെം, അല്ലെങ്കിൽ തിരിച്ച്. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല.